കത്തിയും കത്രികയുമായിട്ട് ദാ നീണ്ടു നിവർന്ന് ഇതുപോലെ പന്തലിച്ച് അങ്ങ് അനധികൃതമായിട്ട് നമ്മുടെ സ്ഥലത്ത് കയ്യേറിയിരിക്കുന്ന ഇവരെ ഒന്ന് വെട്ടി ഒതുക്കണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം. നമ്മളിപ്പോൾ ചെയ്യേണ്ട ജോലി പിന്നത്തേക്ക് വെച്ച് അതായത് പോലെ ഇരിക്കും അല്ലേ? കുറച്ചധികമായി ഞാൻ വിചാരിക്കുന്നു കുറച്ച് കെമിക്കൽ മേടിച്ച് ഇവർക്കൊന്ന് പണി കൊടുക്കണമെന്ന്. പക്ഷേ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും തോറും ഇവർ പിന്നെയും എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഒട്ടും താമസിച്ചുകൂടാ, നമുക്ക് ആ പണി തന്നെ അങ്ങ് ചെയ്യണം. ഇപ്പം തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഇതുപോലെ വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചുവേ. അപ്പം ഇങ്ങനെ ഓരോരോ കൊമ്പുകളുമായിട്ട് ഇങ്ങനെ വെട്ടുന്നതിൽ നല്ലത് കുറച്ച് കെമിക്കൽ മേടിച്ചടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാര്യം കഴിയുമല്ലോ. എന്ത് ചെയ്യാനാ, കുറേ അധികം കാട് കയറി കിടക്കുവാണ് കേട്ടോ. അപ്പുറത്ത് വശത്ത് അവിടെ ഒരു പറമ്പാണേ. വെട്ടി ആഴ്ചയിൽ എനിക്കിത് തന്നെയാണ് പരിപാടി. ഇവരിങ്ങനെ അനധികൃതമായി കയറി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ചില ആളുകൾ ഇഴഞ്ഞിപ്പുറത്തേക്ക് വരാനും തുടങ്ങി. ഇതും കാടാണെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം. പിന്നെ അത് നമുക്കൊരു പണിയായി തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ ഓടി നടക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞിങ്ങനെയൊക്കെ കയറിയിരുന്നാലും നമ്മൾ അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ അതൊന്നും വെട്ടി ഒതുക്കേണ്ട അവസ്ഥയായതാണ്. ഇതാണ് കാട്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അസറ്റായിട്ട് ഓരോരുത്തരും മേടിച്ചിരുന്ന സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് ഇതുപോലെ പണി തരുന്നുണ്ടെന്നുള്ളത് അവരാലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാ ഇത്രയും നീറ്റാക്കി വെട്ടി ഒതുക്കി നമ്മുടെ ഏരിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ കുറച്ച് കെമിക്കൽ മേടിച്ചടിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പാമ്പിൻ്റെ ശല്യമുണ്ട്.